ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സിമ്പിളായിട്ടൊരു നമുക്ക് വീട്ടിലൊക്കെ തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കില്ല, അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാനാണിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യത്തിന് നമ്മൾ വലിയുള്ളി വേണം, തക്കാളി വേണം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേണം, ചിക്കന് വേണം, മല്ലിച്ചപ്പ്, പുതിനേൻ്റെ ഇല, പിന്നെ കുറച്ച് കറിവേപ്പില, തൈര് വേണം, ലേശം മഞ്ഞൾപ്പൊടി വേണം, ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ നമ്മൾ സൺഫ്ലവർ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഉള്ളി വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉള്ളി വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിടുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാമ്പൂ പട്ടയൊക്കെ അതിൻ്റെ ഇടയിൽ ഉള്ളി വഴന്ന സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി, ഒരു തക്കാളി എടുത്തിട്ട് അത് മുറിച്ചിടുക. ഒക്കെ വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ മാഗ്നേറ്റ് വെച്ച ചിക്കൻ അതിലേക്ക് ഇടുക, തൈര് ഒഴിക്കുക. തൈര് ഒഴിച്ചിട്ട് കുറച്ച് സമയം അതൊന്ന് ആ ഒരു ഗ്രേവിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. കുറച്ച് സമയം അടച്ച് വയ്ക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടോ മുളകുണ്ടോ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അത് ചോറ് ഊറ്റിയതല്ല കേട്ടോ, വെന്ത് ഊറ്റിയതല്ല, അരി കഴുകിയത് ഈ ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് ഒന്നൊന്ന് വറുത്തെടുക്കാതെ ജസ്റ്റ് അതിലൊന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യത്തിനുള്ള അരിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അത്ര എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം ഒഴിച്ചിട്ട് നമ്മളിപ്പോൾ കുക്കർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക, വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്തിന്, ബിരിയാണി ദമ്മായി വരണ്ടേ മക്കളെ, അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിതാക്കണേ അടുപ്പ് കത്തിക്കുകയാണ് കേട്ടോ. ചെകിരിയൊക്കെ വെച്ച് കൊടുത്തു. അതാണ്ടോ ഞാൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇനി കണ്ടോളൂ കേട്ടോ, കാരണം കൂടുതൽ ഇങ്ങനെ പറയണ്ടല്ലോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ബിരിയാണി അങ്ങനെ. അപ്പോൾ ഇത് പെട്ടെന്ന് എനിക്ക് ചിക്കൻ ഉണ്ടായപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാനൊരു ബിരിയാണി ഉണ്ടാക്കി നോക്കാമെന്ന് കേട്ടോ. പക്ഷേ ഇങ്ങനെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ട് വരും കേട്ടോ. ലാസ്റ്റ് എൻ്റെ മോൻ്റെ അഭിപ്രായങ്ങളുണ്ട് ബിരിയാണി കഴിച്ചിട്ടുള്ള. നിന്നെ കണ്ടെന്നേ ഇന്നുമ്മ പറഞ്ഞെന്നേ, നീലാവോ പോലെന്നേ, നീ നല്ല പെണ്ണെന്നേ. നിന്നെ കണ്ടെന്നേ ഇന്നുമ്മ പറഞ്ഞെന്നേ, നീലാവോ പോലെന്നേ, നീ നല്ല പെണ്ണെന്നേ. ഹിജാബ് കണ്ടെന്നേ, ദൂരെ നിന്നേ. Guys, നമുക്കൊന്ന് കഴിച്ചാൽ ബിരിയാണി കഴിക്കാം.